ഫോൺ വെല്ലടിന്ന് കേട്ടിട്ടാണ് ഗൈസ് രാവിലെ ഉറക്കം ഞെട്ടിയത്. ഞാൻ കരുതി രാവിലെ ഒരു 6-6:30 മണിയായിട്ടുണ്ടാവും. നോക്കുമ്പോൾ ഉച്ചക്കൊരു 1-1:30 മണിയായിന്. ആരെ വിളിച്ചെന്ന് നോക്കിയിട്ടില്ല. ചാടി എഴുന്നേറ്റു. 1:30 മണിയോ. നേരെ ബാത്റൂമിൽ പോയി ഫ്രഷായി നേരെ റൂമിലേക്ക് വന്നു. റൂമിൽ വന്ന് ബ്ലാങ്കറ്റൊക്കെ മടക്കി വെച്ചു. പിന്നെയാണ് ഓർത്തത് ഫുഡ് ഉണ്ടാക്കണം. അപ്പം തന്നെ ഡ്രസ്സൊക്കെ മാറി. ഗ്യാസ് തീർന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഗ്യാസ് എടുക്കാൻ പോകണം സൂപ്പർ മാർക്കറ്റിൽ. അങ്ങനെ കുളിച്ചിട്ടില്ല. കുളിക്കാണ്ട് തന്നെ മുടിയെല്ലാം ഒന്ന് സെറ്റ് ചെയ്ത് കുറച്ച് പൗഡറൊക്കെ ഇട്ട് മൊഞ്ചനായി കുളിച്ച പോലെ വരുത്തി തീർത്തു. കാരണം പുറത്തിറങ്ങുമ്പോൾ ഞാൻ നല്ല വൃത്തിയിലാണ്. കാരണം നമ്മളാരെങ്കിലും നോക്കുന്നുണ്ടെങ്കിൽ നോക്കിക്കോട്ടെ, എന്തിനാ വെറുതെ നമ്മൾ വൃത്തിയില്ലാതെ വന്ന് കുറച്ച് സ്പ്രേ ഒക്കെ അടിച്ചു നല്ല അടിപൊളിയായിട്ട് കുട്ടപ്പനായിരുന്നു. ആ വാച്ചൊക്കെ എടുത്ത് കെട്ടി. പിന്നെ മണത്തിന് എന്തോ ഒരു കുറവ് തോന്നിയിട്ട് കുറച്ച് അത്തർ എടുത്തിട്ട് കഴുത്തിനും താടിക്കൊക്കെ പറ്റി കൊടുത്തു. കണ്ണട എടുത്തു. കൂളിംഗ് ഗ്ലാസ് മുക്കിയാണ് എനിക്ക് അവിടെ പോകുമ്പോഴും. കണ്ണാടി നോക്കി മൊഞ്ചുണ്ടോ നോക്കി നേരെ കിച്ചണിലേക്ക് പോയി. കിച്ചണിൽ പോയി ഗ്യാസ് കാലിയായിരുന്നു. ഗ്യാസ് എടുത്തു, സ്റ്റൗ എടുത്തു, നേരെ വിട്ടു. എവിടെ? നമ്മളെ സൂപ്പർ മാർക്കറ്റിലേക്ക്. പുറത്തിറങ്ങിയത് എൻ്റെ പൊന്നോ, പൊള്ളിപ്പോന്ന ചൂട്. 50 ഡിഗ്രിയിൽ ഇങ്ങനെ കത്തിജ്വലിച്ച് നിൽക്കുകയാണ്. ഉച്ചക്ക് 1:30 മണിക്ക് ഖത്തർ. വണ്ടി സ്റ്റാർട്ട് ചെയ്തു. AC ഒക്കെ ഓൺ ചെയ്തു. എന്ത് AC ഒന്നും ഏശുന്നില്ല. AC ഒക്കെ തണുക്കണമെങ്കിൽ ഒരു 1/2 മണിക്കൂറൊക്കെ അമ്മാരി ചൂടാണ്. നേരെ വിട്ടു. അതൊന്നും വകവെക്കാതെ നേരെ വിട്ടു. നല്ലോണം കുണ്ടിയെല്ലാം പൊള്ളുന്നുണ്ട്. പക്ഷെ അതൊന്നും മൈൻഡാക്കിയിട്ടില്ല. അടിച്ച് വിട്ടു. റോഡുമ്പോൾ ഒരു മനുഷ്യനില്ല. നോക്കൂ എന്താ കാരണം? ചൂട് തന്നെ. എല്ലാവരും റൂമിലും ഓഫീസിലും ഡ്യൂട്ടി സ്ഥലത്തുമാണ്. ഒരാൾ ഈ സമയത്ത് പുറത്തിറങ്ങില്ല. ആ സമയത്താണ് ഞാൻ ഗ്യാസ് വാങ്ങാൻ വേണ്ടി ഇങ്ങനെ സൂപ്പർ മാർക്കറ്റിലേക്ക് പോകുന്നത്. എന്താ ചെയ്യല്ലേ? സൂപ്പർ മാർക്കറ്റിലെത്തി ബംഗാളിയുടെ കയ്യിൽ കുറ്റിയും കൊടുത്തു. ഞാൻ ചുമ്മാ ഒന്ന് കറങ്ങി നമ്മളെ മസാലപ്പൊടികളും പൊറോട്ടയും കാര്യങ്ങളൊക്കെ നോക്കി. ബേക്കറി ഐറ്റംസൊക്കെ വെറുതെ ഒന്നും വാങ്ങിയില്ല. അവിടെ ആകുമ്പോൾ നല്ല ലിവറും തലച്ചോറും മട്ടനും ബീഫും മീനും ഒക്കെ ഇങ്ങനെ നിരത്തി വെച്ചിട്ട് പോരാത്തതിന് ഫ്രൂട്ട്സും നല്ല അടിപൊളി മാങ്ങക്കെല്ലാം ചെറിയ പൈസ. അതൊന്നും വാങ്ങാതെ ഞാൻ തിരിച്ച് ഗ്യാസും കൊണ്ട് നേരെ വന്നു. റൂമിലേക്ക് പോകാനുള്ള പരിപാടിയാണ്. നേരെ ഗ്യാസ് എടുത്ത് വണ്ടിയിലേക്ക് വന്നു. നേരെ റൂമിലേക്ക് വന്നു ഗൈസ്. റൂമിലത്തെ ഗ്യാസൊക്കെ സെറ്റ് ചെയ്തു. കത്തുന്നുണ്ടോയെന്നൊക്കെ ചെക്ക് ചെയ്തു. എല്ലാം ഓക്കെ സെറ്റായി. അപ്പോഴാണ് ഫുള്ള് പാത്രങ്ങളൊക്കെ കഴുകാനുണ്ടായിരുന്നു. പാത്രങ്ങളൊക്കെ ഇന്നലത്തെ പാത്രങ്ങളായിരുന്നു. ഇന്നലെ ഒന്നും മൈൻഡ് ഒരു ശരിയില്ലാത്തതുകൊണ്ട് ഞാനൊന്നും ചെയ്തിട്ടില്ല. എനിക്ക് പെട്ടെന്ന് ഞാൻ സാഡായി പോകും. പെട്ടെന്ന് ഞാൻ സൈലൻ്റ് ആവും. പെട്ടെന്ന് എനിക്ക് വിഷമങ്ങൾ വരും. അതെന്താ കാരണം എന്ന് ചോദിച്ചാൽ എനിക്ക് തന്നെ അറിയില്ല. ഞാൻ അങ്ങനെയാണ്. ചില സമയത്ത് പെട്ടെന്ന് ഞാൻ അങ്ങനെ സൈലൻ്റ്. അത് ചിലപ്പോൾ 1 ദിവസം 2 ദിവസമൊക്കെ അങ്ങനെ നീണ്ടു. പിന്നെ ആരും വിളിക്കൂല, സംസാരിക്കൂല. മൈൻഡിൽ എൻ്റെ ഫേസിലൊക്കെ അതെല്ലാവർക്കും കാണാൻ പറ്റും. ചില സമയത്ത് എൻ്റെ ലൈവിൽ നിങ്ങൾ എത്ര ചിരിപ്പിക്കാൻ നോക്കിയാലും ഞാൻ ചിരിയൊന്നും തരില്ല. അതങ്ങനെ ഒരു പ്രകൃതിയാണ് എൻ്റെ ഒരു ശൈലി. അങ്ങനെ പക്ഷെ പെട്ടെന്ന് 2 ദിവസമൊക്കെ കഴിഞ്ഞാൽ അതങ്ങ് നോർമലായി ഞാൻ വീണ്ടും പഴയ രൂപത്തിലേക്ക് തിരിച്ചു വരും. അങ്ങനെ പാത്രങ്ങളൊക്കെ കഴുകി എത്രയായി ഇത് ഒരാളുള്ള ഭക്ഷണം കഴിക്കാൻ. ഞാൻ ഒരാളുള്ള എൻ്റെ കിച്ചൻ്റെ അവസ്ഥയിൽ കഴുകിയിട്ടും തീരുന്നില്ല. എന്താ ഇത് കഥ അല്ലേ? പാത്രങ്ങളൊക്കെ കഴുകി ചെയ്ത് വാഷ് ബേസൊക്കെ ഒന്ന് വൃത്തിക്ക് കഴുകാൻ നേരിച്ചതൊക്കെ കഴുകി വെച്ചു. അപ്പോഴാണ് ഓർമ്മിച്ചത് നല്ല ക്രാബുണ്ട്. ഞണ്ട് കറി വെക്കാം ഇന്ന് വിചാരിച്ചു. ഞണ്ട് കറി നെയ്ച്ചോറാണ് പ്ലാൻ ഇട്ടത്. പിന്നെ ഞാൻ വിചാരിച്ചു നെയ്ച്ചോറ് വേണ്ട, നല്ല തേങ്ങാച്ചോറും ഞണ്ട് റോസ്റ്റും ആക്കാമെന്ന് കരുതി. അങ്ങനെ പെട്ടെന്ന് ഇതൊക്കെ ക്ലീൻ ചെയ്ത് നല്ല വൃത്തിക്ക് കഴുകി തുടച്ച് നല്ല കുട്ടപ്പനാക്കി. ഇനി ഭക്ഷണം ഉണ്ടാക്കില്ല ആരും കണ്ടാൽ. അങ്ങനത്തെ കോലത്തിലാക്കി വെച്ച് കിച്ചണെ. അപ്പോൾ നിങ്ങൾക്ക് ഇതെന്തിനാ ഇനിയും അവിടെ ഫുഡ് ഉണ്ടാക്കി കച്ചറയാവില്ല. അത് പറഞ്ഞിട്ട് കാര്യമില്ല. എനിക്ക് നല്ല വൃത്തി വേണം. നല്ല വൃത്തി ഉണ്ടെങ്കിൽ എനിക്ക് പാചകം ചെയ്യാനൊരു ഇൻട്രസ്റ്റ് കിട്ടും. അപ്പോൾ ഇതൊക്കെ കഴുകി നല്ല വൃത്തിയാക്കി വെച്ച് ഫ്രിഡ്ജിൽ നല്ല ഞണ്ടിങ് എടുത്തു. നല്ല വെട്ടിയിട്ട് വാങ്ങിയ ഞണ്ടായിരുന്നു. നല്ല ക്ലീൻ ചെയ്തിട്ട് വാങ്ങിയ ഞണ്ടായിരുന്നു. അതെടുത്തൊന്ന് നല്ല 3 പ്രാവശ്യം നല്ല തണുത്ത വെള്ളത്തിലൊന്ന് വാഷ് ചെയ്തെടുത്തു. വാഷ് ചെയ്തെടുത്തിട്ട് അതിലേക്ക് ആവശ്യമായ 2 സവോള, 1 തക്കാളി, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, കറിവേപ്പില, ഇത്രയും ഐറ്റംസ് എനിക്കുള്ളൂ. ഇഞ്ചി വെളുത്തുള്ളി ഞാൻ ചതച്ചെടുക്കുക. ഇതൊക്കെ വെട്ടി വെച്ചു. സ്റ്റവ് കത്തിച്ചൊരു പാനിൽ കത്തിച്ചടുപ്പത്ത് വെച്ചു. അതിലേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിൽ വെച്ച് കടുക് പൊട്ടിച്ചു. കുറച്ച് വറ്റൽമുളക് ഇട്ട് കൊടുത്തു. പിന്നെ നമ്മൾ ചതച്ച് വെച്ച ഇഞ്ചി വെളുത്തുള്ളി അതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊരു ഗോൾഡൻ കളർ അങ്ങനെ വഴറ്റിയെടുത്തു ഗൈസ്. ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നേ. അതിലേക്ക് പിന്നെ നമ്മൾ അരിഞ്ഞു വെച്ച സവോളയും കൂടി അങ്ങ് ആഡ് ചെയ്ത് കൊടുത്തു. സവോള ആഡ് കൊടുത്ത് കുറച്ച് പച്ചമുളക് ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഇളക്കി ഒരു ബ്രൗൺ കളറായി വരുന്നവരെ ഇങ്ങനെ വഴറ്റി കൊടുത്തു ഗൈസ്. പിന്നെ അതിലേക്ക് തക്കാളി ആഡ് ചെയ്ത് കൊടുത്തു. തക്കാളി ആഡ് ചെയ്ത് നന്നായിട്ട് അതുപോലെ അത് നന്നായിട്ട് മിക്സ് ചെയ്ത് പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി, ഒരു 2 സ്പൂൺ മുളക് പൊടി, ഒരു 2 സ്പൂൺ മല്ലിപ്പൊടി ഞാൻ അതിലിട്ട് കൊടുത്തു. പിന്നെ ഒരു സ്പൂണ് ഫിഷ് മസാല ഇട്ട് കൊടുത്തു. നല്ല നിറവറയുടെ ഫിഷ് മസാല. അതും കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് നന്നായിട്ട് പച്ചമണക്ക് മാറുമ്പോൾ 2 കപ്പ് ചൂടുവെള്ളം ഞാൻ അതിലേക്ക് ഒഴിച്ചു കൊടുത്തു ഗൈസ്. 2 കപ്പ് ചൂടുവെള്ളം അതിലേക്ക് ഒഴിച്ച് കൊടുത്ത് നന്നായിട്ട് തിളക്കുമ്പോൾ അതിലേക്ക് നമ്മൾ കഴുകി ക്ലീൻ ചെയ്ത് വെച്ച ഞണ്ട് ക്രാബ് എടുത്ത് അതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തു.
ക്രാബ് എടുത്ത് ആഡ് ചെയ്ത് കൊടുത്ത് വീണ്ടും നന്നായിട്ട് മിക്സ് ചെയ്തു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ കുറച്ച് ഗരം മസാലയും കുറച്ച് നല്ല കുരുമുളക്, ക്രഷ് ചെയ്ത് വെച്ച ഫ്രഷ് കുരുമുളക് അതും ഞാൻ അതിലേക്ക് ആഡ് ചെയ്ത് ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു ഗൈസ്. നോക്കൂ ഗൈസ്, നമ്മളെ ഞണ്ട് നല്ല അടിപൊളിയായിട്ട് തിളച്ച് റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മളെ ഞണ്ട് റെസിപ്പി റെഡി ആയിട്ടുണ്ട്. തേങ്ങാച്ചോറ് ഉണ്ടാക്കുന്ന റെസിപ്പി ഞാൻ അടുത്ത വീഡിയോയിൽ ഷെയർ ചെയ്യാം. വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ലൈക്ക് ആൻഡ് സപ്പോർട്ട്, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. ഇതൊക്കെ റെഡിയായി ഗൈസ്. നോക്കൂ ഗൈസ്, എൻ്റെ തേങ്ങാച്ചോറും ഞണ്ട് റോസ്റ്റും വായിൽ കപ്പലോടി ഒടുക്കത്തെ ടേസ്റ്റ് ആയിരുന്നു ഗൈസ്. ഒന്നും പറയാനില്ല എന്ന് പറഞ്ഞാൽ ഇതൊരു വേറെ വൈബാണ്. ഇങ്ങനെ സ്വന്തമായിട്ട് ഇങ്ങനെ ഉണ്ടാക്കി കഴിക്കുന്നതിൻ്റെ ഒരു ടേസ്റ്റ് വേറെ തന്നെയാണ്. നല്ല ചൂടുണ്ടായിരുന്നു, പക്ഷെ എന്നാലും എനിക്ക് ഒടുക്കത്തെ ടേസ്റ്റ് ആയിരുന്നു. അതിൻ്റെ ആ ഒരു രുചി തന്നെ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യുക. ഓക്കെ, താങ്ക് യു.